ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതിനോടകം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ അയോധ്യ മോഡലിൽ ഒരു ടെമ്പിൾ കാണാൻ പോയ കാര്യം. നമ്മുടെ RK ബീച്ചിൻ്റെ തൊട്ടടുത്താട്ടോ ഈ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ കൃത്യമായ പകർപ്പാട്ടോ ഈ ക്ഷേത്രം വരുന്നത്. 2-3 മാസം എടുത്തിട്ടാട്ടോ ഈ ക്ഷേത്രം പൂർത്തിയാക്കിയത്. ഈ അമ്പലത്തിലെ ഈ ലൈറ്റിങ്സൊക്കെ കാരണം നമുക്കിതിൻ്റെ പരിസര പ്രദേശത്ത് എവിടെ വെച്ച് നിന്ന് കഴിഞ്ഞാലും നമുക്ക് ഈ അമ്പലം കാണാൻ പറ്റും കേട്ടോ. ഇവിടെ വരുന്നവർക്ക് പ്രവേശന ഫീസൊക്കെ ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 50 രൂപ വീതം കേട്ടോ ഫീസ് വരുന്നത്. ക്ഷേത്രം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ഭക്തി വേണ്ടേ. നമ്മളവിടെ പ്രവേശന ഫീസൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുക എന്ന് പറയുന്നത് അതൊരു ബോറല്ലേ. ഇതിൻ്റെ ഉള്ളിലും ഇതുപോലെ കുറേ പേരുണ്ടായിരുന്നു. അകത്ത് വീഡിയോ അലൗഡ് അല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാട്ടോ കൂടുതൽ നമുക്കൊന്നും എടുക്കാൻ പറ്റാണ്ടായത്. ഇത് ശരിക്കും പറഞ്ഞാൽ സെറ്റിട്ടതാന്നേ നമുക്ക് തോന്നത്തില്ല, അതുപോലെയാട്ടോ ഇത് പണി കഴിപ്പിച്ചേക്കുന്നത്. നമ്മൾ ഈ ബാഹുബലിയുടെയൊക്കെ ഫിലിമിലൊക്കെ കാണത്തില്ലേ, അതുപോലെ നല്ല അടിപൊളിയായിട്ട് കേട്ടോ നമുക്ക് ഇത് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അവർ ചെയ്തു വെച്ചേക്കുന്നത്. 3 മാസത്തേന് മാത്രം കേട്ടോ ഇത് ഓപ്പൺ ആയിട്ട് വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇങ്ങോട്ട് വരുന്നുണ്ട് ഇത് കാണാനൊക്കെ ആയിട്ട്. ഇതിന് ചുറ്റും ചെറു കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വന്ന് ഈ മന്ദിരം കണ്ടു കഴിഞ്ഞാൽ പിന്നെ UP-യിലെ മന്ദിരം കാണേണ്ടി വരില്ല. കാരണം അതേപോലെ തന്നെയാട്ടോ ഇവരത് പണി കഴിപ്പിച്ച് വെച്ചേക്കുന്നത്. രാത്രി 10 മണി വരെ ഇത് ഓപ്പൺ ആട്ടോ. ഞങ്ങൾ വൈകുന്നേരം പോയത് കൊണ്ട് ഇതിൻ്റെ ആ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റിയിട്ടോ. അതിപ്പോൾ ഉത്സവത്തിന് പോയാലും പെരുന്നാളിന് പോയാലും നമ്മളൊരു ബലൂൺ മേടിക്കുന്നത് മസ്റ്റാണല്ലോ. അങ്ങനെ ഞങ്ങൾ നമ്മുടെ മിയാക്കുട്ടിക്ക് ഒരു ബലൂൺ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വിശാഖപട്ടണത്തിലെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.